എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആരിഫ് ഹുസൈൻ തെരുവത്താണ് കൂടിയുള്ളത്. ആരിഫ് നമസ്കാരം. നമസ്കാരം. ആരിഫ്, നമുക്കറിയാം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് പോകുന്നത്. എന്റെ ആദ്യത്തെ ചോദ്യം, ഒരു രാഷ്ട്രത്തിന് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതിന് ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ആണവ ശക്തിയായി മാറുന്ന ഒരു ഘട്ടം ഉണ്ടായത്. നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെയാണ് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ആരുടെ ഭാഗത്താണ്, അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഉൾപ്പെടെ നിൽക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായമെന്നാണ് ആരിഫ് കരുതുന്നത്? ലോകത്ത് ആണവ സമ്പുഷ്ടീകരണം നടത്തുകയും ഇതുപോലെ ആയുധം ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന എത്ര രാജ്യങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് അന്വേഷിക്കുക. അങ്ങനെ ആയുധങ്ങൾ കൈവെക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് അത് കയ്യിൽ ഉണ്ടാവുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളിൽ എത്ര പേര് തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾക്ക് ശത്രുത ഏതെങ്കിലും വിധേനയുള്ള രാജ്യങ്ങൾക്കെതിരെ അതിപ്പോ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി മുഴക്കുക. അതുപോലെ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നത് പോലെ ഡെത്ത് ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമേരിക്ക എന്നോ അല്ലെങ്കിൽ ഇതുപോലെ ജർമ്മനിന്നോ UK എന്നോ പറയുന്നത് വേറെ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുക. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം അവിടെ നടക്കുന്നു. എത്ര തവണ ഈ ന്യൂക്ലിയർ ആയുധം നമ്മൾ ഉപയോഗിക്കും, ഇപ്പൊ തീർത്ത് കളയും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അവകാശവാദം ഈ രണ്ട് പക്ഷത്തുള്ള രാജ്യങ്ങളിൽ എത്ര പേര് എത്ര തവണ എത്ര രൂക്ഷമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇറാൻ അവിടെ വ്യത്യസ്തമാകുന്നത്. ഒരു തരത്തിലുള്ള പ്രകോപനം ഇല്ലാതിരിക്കെ, അതായത് ഇപ്പോൾ ഇസ്രായേലിന്റെ വിഷയം നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പാലസ്റ്റൈൻ വിഷയമാണ് വരിക. അപ്പൊ ഇസ്രായേൽ പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷയമുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാം. എന്ന് വെച്ചാൽ ഒരു ജോഗ്രഫിക്കൽ ഇഷ്യൂ എങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മാറ്റിവെച്ചിട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ എന്താണ് പ്രശ്നം, എന്ത് തർക്കമാണ് അവർ തമ്മിലുള്ളത്? അങ്ങനെ ഒരു തർക്കത്തിനുമുള്ള വഴി ഇല്ലാതിരിക്കെ ഇസ്രായേൽ എവിടെ കിടക്കുന്നു, ഇറാൻ എവിടെ കിടക്കുന്നു? എന്നിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യും എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് ന്യൂക്ലിയർ ആയുധം വരെ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ഇസ്രായേൽ വിടുക, സൗദി അറേബ്യക്കെതിരെ അതല്ലെങ്കിൽ മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കെതിരെ UAE-ക്കെതിരെ പോലും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഒരു ആയുധം ഉപയോഗിക്കും, അതിനെ തീർത്ത് കളയും എന്ന് പറയുന്ന രീതിയിൽ. ഇത് ചെയ്യുന്ന ഒരു രാജ്യത്തെ ഏത് വിധേനയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇതുപോലുള്ള ഒരു ഇസ്ലാമിക് റജീം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ഫാഷിസം തന്നെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇസ്ലാമോ ഫാഷിസ്റ്റ് ആയിട്ടുള്ള ഒരു റജീം, ഒരു ന്യൂ ഹിറ്റ്ലർ എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഭരണകൂടം, അല്ലെങ്കിൽ അതിന്റെ ഖൊമേനിയെ പോലുള്ള നേതാവ്, അവരേത് തരത്തിലാണ് നമുക്ക് അങ്ങനെ കാണാതിരിക്കാൻ കഴിയുക എന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുക. ഇത് തന്നെയാണ് അവരെ ആ രീതിയിൽ ചോദിക്കാനും അവരെ ആ രീതിയിൽ പരാമർശിക്കാനും അവരങ്ങനെ ആ ഒരു കണ്ണുകൊണ്ട് തന്നെ കാണാനുള്ള കാരണം അത് തന്നെയാണ്. നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗങ്ങളിലുടനീളം ഈ ഒരു ആണവ പ്രശ്നങ്ങൾ മാത്രമല്ല, ഖൊമേനി ഞങ്ങളുടെ കയ്യകലത്തിൽ ആണ് എന്നും ഞങ്ങൾ കൊല്ലാതെ വെറുതെ വിട്ടിരിക്കുകയാണെന്നും മാത്രമല്ല, ആ ഭരണകൂടത്തെ താഴെയിറക്കുകയും ഇറാനിലെ ജനങ്ങൾക്ക് ഫ്രീഡം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രസംഗങ്ങൾ അത് ഉടനെ നടക്കുമെന്നില്ല. പക്ഷേ ആർക്കിന്റെ ഒരു വിഷനിൽ ഇസ് ഇറ്റ് പോസിബിൾ അങ്ങനെ ഒരു ഇസ്ലാമിക് റെജീമിനെ താഴെ ഇറക്കാനുള്ള ഒരു പ്രാരംഭഘട്ടം കൂടിയാണോ ഇപ്പൊ നടക്കുന്നത്? നിലവിലത്തെ ഒരു കാര്യം നമ്മൾ അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് തന്നെയാണ് അവിടെ സംഭവിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഇഷ്യൂ മാത്രമല്ല എന്ന് പറയുമ്പോൾ ഒക്ടോബർ 7 മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കാം. ഒക്ടോബർ 7 അവരെ ഇറക്കി വിട്ടിട്ടുള്ള ആ ഒരു കൂട്ടം ആളുകൾ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, ഇതിനെ മൂന്നും, അതുകൂടാതെ അവിടെയുള്ള മറ്റ് ഈ ടെറർ ഔട്ട്ഫിറ്റ്സ് 10-70ഓളം വരുന്ന ടെറർ ഔട്ട്ഫിറ്റ്സുകൾ ഉണ്ട് ഈ പറയുന്ന ഗാസയിൽ മാത്രം. ഇവരെല്ലാവരെയും ഓൾമോസ്റ്റ് ഒരേപോലെ എന്ന് പറയുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഈ 3 തീവ്രവാദ സംഘങ്ങളെ ഇനേബിൾ ചെയ്തുകൊണ്ട് പ്രോക്സി വാറിന് മിഡിൽ ഈസ്റ്റിൽ തുടക്കം കുറിച്ചത് ഇറാനാണ് എന്നുള്ളതിന് തെളിവുകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ നടത്തിയ പേജർ അറ്റാക്ക് നടത്തിയപ്പോൾ അതിനകത്ത് കൊല്ലപ്പെട്ടവരിൽ IRGCയുടെ ചില ആളുകളും കൂടി അതിനകത്ത് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് IRGCയുടെ ആളുകൾക്ക് പരിക്ക് പറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ കാരണം? അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇറാന്റെ പങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ തുടക്കം മുതൽ അതിന് വഴിവെച്ചത് ഇറാൻ തന്നെയാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഇവിടെ ഉണ്ട്. അതാണ് അവരുടെ റീസൺ എന്ന് പറയുന്നത്. ഇനി ഈ അറ്റാക്കിന് പോലും കാരണം എന്താണ്? അതായത് അബ്രഹാം അക്കോർഡ്സ് വന്ന് മിഡിൽ ഈസ്റ്റിൽ അറബ് രാഷ്ട്രങ്ങൾ ഓരോന്നോരോന്നായിട്ട്
ഇസ്രായേലുമായിട്ടുള്ള സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക്, അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിൽ ഒരുപാട് 4-5 അറബ് രാഷ്ട്രങ്ങൾ ഓൾറെഡി അത്തരം ഒരു സമാധാന കരാറിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷം സൗദി അറേബ്യയുമായിട്ടുള്ള ആ ബന്ധം ഊഷ്മളമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് അതിനെ തടയിടുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ഇറങ്ങി തിരിച്ച് ഈ പറയുന്ന 3 ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട്, ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളയെ ഇതുപോലെ ഇളക്കി വിട്ടുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചത്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എന്നുള്ളത് ഇവിടെ വസ്തുതയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്താണ്, യഹിയ സിൻവർ തന്നെ ഇത്തരം ഒരു പരാമർശം നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ലീക്ഡ് പേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവിടെ സംഗതി വളരെ കൃത്യമാണ്. ഇത് ന്യൂക്ലിയർ പവർ എന്നുള്ളത് അത് അവരുടെ ഇതിനുള്ള ആയുധത്തിന്റെ പേര് മാത്രമാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ആ ഒരു ബന്ധം അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള വിഷയം, അതുപോലെ തന്നെ സുന്നി രാഷ്ട്രങ്ങളുടെ അപ്രമാദിത്യം, ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇറാന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? ആദ്യം ജൂതരാഷ്ട്രം ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? സുന്നികളെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ ഒരു മിലീഷ്യ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സുന്നികളായിട്ടുള്ള ആളുകളെ തീർക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം സൗദി അറേബ്യയാണ്. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ ഇത്തരം ഒരു ഭരണകൂടം, ഒരു ന്യൂ ഹിറ്റ്ലർ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഈ ഭരണകൂടം, അത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ആ ഇസ്ലാമോ ഫാഷിസം ഒരു പ്രശ്നമായിട്ട് മിഡിൽ ഈസ്റ്റിൽ മാറുന്നത് അതുകൊണ്ടാണ്. സമാധാനത്തിലേക്ക് പോകുന്ന ഒരു മിഡിൽ ഈസ്റ്റിനെ അതിനെ അനുവദിക്കാതെ അതിലൊരു ക്യാൻസർ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഈ ഇസ്ലാമിക് മിലീഷ്യ, ഈ ഒരു ഇസ്ലാമോ ഫാഷിസ്റ്റ് ആയിട്ടുള്ള ഈ ഇറാനിയൻ ഭരണകൂടം അവിടെ നിലനിൽക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രധാന വശം. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ ആരാണ്? അതിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് ഇറാനിയൻ ജനത തന്നെയാണ്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ എന്തുകൊണ്ട് അവർക്കൊരു പുതിയ ഒരു റവല്യൂഷൻ സാധ്യമാകും, ഒരു കൗണ്ടർ റവല്യൂഷൻ? 1979 നടന്ന ഇസ്ലാമിക് റവല്യൂഷനെ തുടർന്നാണല്ലോ ഇതിങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത്. അത് ഇന്നിപ്പോ ഇനി റിവേഴ്സ് ചെയ്യാനുള്ള ഒരു സാധ്യത, അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണ്, അതിന് ഓൾറെഡി അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. കാരണം ഇതിനെ തൂത്തെറിയണം എന്നുള്ളത് ഇസ്രായേൽ അതിന്റെ ഒരു സെക്കൻഡറി ഔട്ട്കം ആയിട്ട് വെക്കുന്നത് അത് ഇസ്രായേലിന്റെയും മിഡിൽ ഈസ്റ്റിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നന്മ എന്നുള്ളതല്ല സത്യത്തിൽ അതിന്റെ പ്രൈമറി ഇന്റൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ മിഡിൽ ഈസ്റ്റിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിക് റെജീമിന്റെ എൻഡ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് സംഭവിക്കുക എന്താണ്, അത് ഇറാനിലെ ജനതയുടെ ലിബറേഷൻ കൂടിയാണ് അവിടെ സംഭവിക്കുക. അത് ഇതിന്റെ ഒരു കൊളാറ്ററൽ ബെനിഫിറ്റ് ആണ്. അത് ആ ജനങ്ങളും ആവശ്യപ്പെടുന്നത് കൊണ്ട് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഇറാഖിലോ ഒക്കെ കടന്നു ചെന്നുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ ജനാധിപത്യം കൊടുക്കാന്നും പറഞ്ഞു പോയി അവിടെ നിന്ന് അവസാനം കൈപൊള്ളിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറാനിൽ അത് സംഭവിക്കില്ല. കാരണം എന്താണ്, ഇറാനിയൻ ജനതയ്ക്ക് വേണം ഈ സാധനം, അവർ ആവശ്യപ്പെടുന്ന സാധനമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ ഒരു സാധനം കൊടുക്കുന്നതും അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, അങ്ങനെ ഒരു സംഭവമേ വേണ്ട, അവർക്കൊരു രാജാവിനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നിടത്തേക്ക് വേണ്ട നിങ്ങൾക്ക് ജനാധിപത്യം മതി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു കെൽപ്പ് അത് ആ സമൂഹത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇറാഖിലും അതല്ലെങ്കിൽ മറ്റ് അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അത് ബാക്ക് ഫയർ ചെയ്തത്. പകരം അത് താലിബാൻ പോലെയുള്ള അല്ലെങ്കിൽ ഐസിസ് പോലെയുള്ള മിലീഷ്യയുടെ കയ്യിലേക്ക് അത് ചെല്ലുന്നത് അതുകൊണ്ടാണ്, തീവ്രവാദി കൂട്ടങ്ങളുടെ. എന്നാൽ ഇവിടെ അതല്ല. ഇവിടെ ഓൾറെഡി ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും അതുപോലെ കോഎക്സിസ്റ്റൻസിന്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആളുകൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വരികയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരികയും അവിടെ നിന്ന് നാട് വിടപ്പെട്ട ആട്ടി ഓടിക്കപ്പെട്ട പഹൽവി ആ ഒരു ഡൈനാസ്റ്റി അതിന്റെ പിൻതലമുറക്കാരായിട്ടുള്ള ആളുകൾ പോലും ഇന്ന് തിരിച്ചവിടെ വരുന്നതിനെ കുറിച്ചും അവിടുത്തെ മിലിറ്ററിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കൂ നടത്തിക്കൊണ്ട് ആ ഒരു ഭരണ കയ്യിലെടുക്കാനുള്ള, അതും സമാധാനപരമായിട്ടുള്ള രീതിയിൽ തന്നെ കൈയെടുക്കാനുള്ള ഒരു സിവിൽ വാറിലേക്ക് പോകാതെ നോക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം പോലും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങൾ പ്രിപ്പയർഡ് ആണ്, അവരുടെ നേതാക്കൾ പ്രിപ്പയർഡ് ആണ്, സൈന്യം പോലും അതോടൊപ്പം ചേരാനുള്ള സാധ്യതയാണ് അവർ കാണുന്നത്. കാരണം ഇറാനിൽ ഈ സൈന്യവും IRGCയും രണ്ടായിട്ട് നിന്നുകൊണ്ട് സൈന്യം ഒരു അട്ടിമറി ശ്രമം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാമിക ഭരണകൂടം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു വളർത്തുനായകളുടെ ഒരു കൂട്ടമാണ് സത്യത്തിൽ ഈ IRGC എന്ന് പറയുന്നത്. അത് അവരോട് വളരെയധികം ലോയലാണ്. എന്നാൽ സൈന്യം അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. കാരണം സൈന്യത്തിൽ ഈ പറയുന്ന റെജിമിനോട് താല്പര്യമില്ലാത്ത ഇസ്ലാമിക വിശ്വാസികളല്ലാത്ത ആളുകൾ വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ ഇറാനിലെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറാനിയൻ ജനത 90-100% മുസ്ലിങ്ങളാണെന്ന് പറയുന്നെങ്കിലും
60% ആളുകൾ ഇന്ന് മതം ഉപേക്ഷിച്ച് എക്സ് മുസ്ലിങ്ങളാണ്. അതിൽ തന്നെ പല ആളുകളും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിട്ടുണ്ട് എന്നും കൂടി വരുന്നിടത്ത് ഈ മതപരമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പോലും അവരെ ഇതിൽ നിലനിർത്താൻ കഴിയില്ല എന്നും കൂടിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. പിന്നെ ഇതിന്റെ മറ്റൊരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇറാനിയൻ ജനത ഇങ്ങനെയുള്ള അവിടുത്തെ വിഷയത്തിന്റെ പേരിൽ ലോകത്ത് പല സ്ഥലത്തേക്കും കടന്നു ചെല്ലുകയും അഭയാർത്ഥികളായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിൽ പോലും ഈ പറയുന്ന ഇസ്ലാമൈസേഷന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള തീവ്രവാദമായാലും എക്സ്ട്രീമിസ്റ്റ് ആയാലും ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആയാലും അതിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർത്തിക്കാൻ ഈ പറയുന്ന ഇറാനിൽ നിന്നും നാടുവിടപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും രംഗത്ത് വരുന്ന കാഴ്ചയും കൂടിയാണ് ലോകം ഇനി കാണാനിരിക്കുന്നത്. അതായത് ഈ ഡി ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത് ആരായിരിക്കും, ലോകത്തെ ഏത് രാജ്യക്കാരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറാനിൽ നിന്നും വന്നിട്ടുള്ള ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും എന്നും കൂടിയാണ്. തീർച്ചയായിട്ടും. നോക്കൂ ആരിഫ്, ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകാമെന്ന് യൂറോപ്യൻ യൂണിയനോട് പറയുന്ന ഇറാനെ കാണുന്നുണ്ട്. അതുപോലെ ഇന്ത്യ മീഡിയേഷന് നിൽക്കണമെന്ന് പറയുന്ന ഇറാനെ കാണുന്നുണ്ട്. അപ്പോൾ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോ ആരിഫ് പറയുമ്പോൾ അതിനെ കുറച്ച് ഗ്രൗണ്ട് റിയാലിറ്റി കൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. ജനങ്ങൾ എല്ലാവരും നമുക്കെതിരാവുന്ന ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോ സമവായ ചർച്ചകളിലൂടെ ഇതെല്ലാം പരിഹരിക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഖമേനി ഭരണം കുറച്ചുകൂടി നാൾ മുന്നോട്ട് പോകും, ഇസ്ലാമിക് റെജീം അവിടെ നിലനിൽക്കുന്ന ഒരു അവസാന ഹോപ്പ് ഇറാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഖമേനിക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് തുടരുകയല്ലേ ചെയ്യുക? ഈ സാധ്യതകൾ അടയും. ഇന്നിപ്പോ നിലവിൽ അവരുടെ ഈ ഒരു എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവരുടെ മുന്നിലുള്ള വഴി അത് നിലനിർത്താനുള്ള എല്ലാ മാർഗങ്ങളും തേടുക എന്നുള്ളതാണ്. അതില് ഇപ്പൊ കാണുന്നത് പാകിസ്ഥാനോട് വരെ വന്ന് അഭ്യർത്ഥന നടത്തുന്നു. ഓക്കെ, പാകിസ്ഥാൻ എന്ന് പറയുന്നത് സുന്നി രാഷ്ട്രമാണ്, അതാണ് ആലോചിക്കേണ്ടത്. മാത്രമല്ല പാകിസ്ഥാൻ ഇറാൻ ബോർഡറിൽ ഈ ബലോച്ച് തീവ്രവാദികളുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഓൾറെഡി പ്രശ്നം നിലനിൽക്കുകയും കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഓർക്കുന്നുണ്ടാവും ഈ പറയുന്ന ബലോച്ച് റീജിയനിൽ നിന്നുള്ള ആളുകൾ പാകിസ്ഥാനിൽ വന്ന് അറ്റാക്ക് നടത്തിയപ്പോൾ പാകിസ്ഥാൻ അതിന് മറുപടി കൊടുത്തത് ഇറാനിനകത്ത് അവരുടെ എയർ സ്പേസിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ബോംബിട്ട് പോരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുറെ ആളുകളെ കൊല്ലുന്നു. എന്ന് വെച്ചാൽ പാകിസ്ഥാനും ഇറാനും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അത് എസ്കലേറ്റ് ചെയ്യുമോ എന്ന് നമ്മളൊക്കെ പേടിച്ചെങ്കിലും അന്ന് അതൊന്നും ഉണ്ടായില്ല. അത് പെട്ടെന്ന് തന്നെ അത് അവർ തണുപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ള രാജ്യം ഈ പറയുന്ന പാകിസ്ഥാൻ, അവരുമായിട്ട് പോലും, അത് സുന്നി രാഷ്ട്രമായിട്ട് പോലും അവിടെ പോയിട്ട് അഭ്യർത്ഥന നടത്താണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പാകിസ്ഥാൻ വരും, സഹായിക്കും എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അവിടെ പറഞ്ഞു വെക്കുമ്പോൾ എത്രമാത്രം ഗതികേടിലാണെന്നുള്ളത് ഒന്ന് ആലോചിക്കുക. പാകിസ്ഥാൻ ഇവിടെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് എങ്ങനെയാണ് നടുവൊടിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന സമയമാണ്. അവരുടെ എയർ ബേസസ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിന്റെ വാതിക്കൽ വരെ നമ്മൾ ചെന്ന് അറ്റാക്ക് ചെയ്ത് അതിന് കൃത്യമായ വാർണിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് വി ആർ നോട്ട് ഇമ്മ്യൂൺ ടു ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൃത്യമായ ഒരു മെസ്സേജാണത്. നമ്മൾ അവരുടെ റീച്ചിൽ തന്നെയാണ്, ഇന്ത്യൻ മിലിറ്ററിയുടെ റീച്ചിലാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഒരു മെസ്സേജ് അവിടെ ഉള്ളതുകൊണ്ട് അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുറവായിട്ട്, നാണക്കേടായിട്ടും കൂടി അവർ സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തുമ്പോഴാണ് അവരുടെ അടുത്ത് വന്നിട്ട് ഇറാൻ ഇതുപോലെ ഒരു എന്താണ് സഹായം അഭ്യർത്ഥിക്കുന്നതെന്ന് വരുമ്പോൾ ഇറാന്റെ പരിതാപകര അവസ്ഥയാണ് നമ്മളിവിടെ ചിന്തിച്ചു പോകുന്നത്. മാത്രമല്ല ഇങ്ങനൊരു സംഗതി ഉണ്ടാവുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അതും ഈ ജൂതവിരുദ്ധത ഉയർത്തിപ്പിടിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു പുതിയ അറ്റാക്ക് ആണെന്നുള്ള രീതിയിലാണ് ഇത് സംസാരിച്ചത്. ഇത് പുതിയതല്ല. നിലവിലത്തെ ഈ അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഒക്ടോബർ 7 ബാക്കിയാണ്. കാരണം ഈ ഒക്ടോബർ 7 വഴിവെച്ച ആ സംഗതി, അതിൽ ഇറാന്റെ പങ്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ വന്നിരിക്കെ അതിന് ഇറക്കിവിട്ട പ്രോക്സികളെ ആദ്യം ഒതുക്കി. ഹമാസിനെ തീർത്തു, അതുപോലെ തന്നെ ഹൂത്തികളെ അവിടെ ഒതുക്കിയിട്ടുണ്ട്, പിന്നെ ഹിസ്ബുള്ളയും അവിടെ ഇല്ലായ്മ ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാപ്പബിലിറ്റീസ് എല്ലാം തന്നെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അറ്റാക്കിന്റെ സമയത്ത് അവരുടെ ഒച്ച പോലും നമ്മൾ കേൾക്കാത്തത്. ഇനി അതിന്റെ പിന്നിലുള്ള ആൾ, അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇറാനിലേക്ക് കടന്നു ചെല്ലുന്നതും ഇനി ഇതുപോലെ ഒരു സംഗതി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ. അതിപ്പോ ഒരു സൈനിക നടപടി മാത്രമല്ല, റെജീം ചേഞ്ച് മാത്രമല്ല, മറ്റു രീതിയിലുള്ള ഫൈനാൻഷ്യൽ സാങ്ഷൻസ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട്, ഇപ്പോൾ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന അമേരിക്കൻ ഭരണകൂടമാണ് സത്യത്തിൽ ഈ ഇറാന് ഇത്രമാത്രം ആയുധങ്ങൾ ശേഖരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം പോലും ഉണ്ടാക്കി കൊടുത്തെന്നുള്ള കാര്യം കൂടി നമ്മൾ കേൾക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫൈനാൻഷ്യൽ ഒരു സാങ്ഷൻ അത് പിൻവലിച്ച് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടാക്കുന്നതും അതുപോലെ ഈ ബാലിസ്റ്റിക് മിസൈൽസ് കൂടുതൽ പ്രൊക്യൂർ ചെയ്ത് അത് ഇതേപോലെ ബാക്കി അയൽ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്കും കൂടി കൊണ്ടെത്തിക്കാൻ വഴിവെച്ചത് ഈ ഒരു സാങ്ഷൻ. അത് ഒരു
ഇത്തരം വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെയോ അല്ലെങ്കിൽ അതിലെ ഒരു മിസ്റ്റേക്ക് എന്ന രീതിയിലോ ആണ് അന്ന് അവിടെ സംഭവിച്ചിട്ടുള്ളത്, അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല, അത് തിരിച്ചു വരുന്നു എന്നും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ട്രംപിന്റെ ഭരണകൂടത്തിന്റെ കീഴിലേക്ക് വരുമ്പോൾ അതിൽ ചെറിയ ആ ഒരു മാറ്റം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴാണ് പറയേണ്ടി വരുന്നത് ഇറാന്റെ അവസ്ഥ പരിതാപനം തന്നെയാണ്. ഓക്കെ, അതിന്റെ അവസാനത്തെ ചുമതലയ്ക്ക് ഞാൻ വരികയാണ്. ഇറാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുത്തെ CPM കാര്യമൊക്കെ പറയുന്നത്. അവർ പക്ഷെ ഒക്ടോബർ 7 ഇതുവരെ അപലപിച്ച് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഇവിടെ പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്ക് എന്താ പറയുക, ഫലസ്തീൻ അനുകൂല രാഷ്ട്രമായി SFI അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിൽ പ്രഖ്യാപിക്കുന്നു. മോദി അതിൽ സമ്മർദ്ദം ചെലുത്തി ഇറാനെ രക്ഷിക്കണമെന്നടക്കമുള്ള പ്രസ്താവനകളുമായി വരുന്നു. ആരിഫ്, നമ്മൾ അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ടതുണ്ടല്ലോ. ഇവിടെയുള്ള അഖില കേരള ലോക CPM ഇതിനെ എതിർക്കുമ്പോൾ നെതന്യാഹു പേടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് കൂടി ആരിഫിന്റെ ഒരു കമന്റ് എനിക്ക് ആവശ്യമുണ്ട്. ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒന്ന് ഇറാനിലേക്ക് പറത്തിവിടുക. ഇപ്പൊ നിലവിൽ അതാണല്ലോ, ഇറാനിന്റെ പേരിലാണല്ലോ പ്രശ്നം. ഇറാനിയൻ ജനതയെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം പറയുന്നത് നമ്മൾ വിശ്വസിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ വിലക്കെടുക്കും, ഇവർക്ക് നമ്മളൊരു വില കൊടുക്കും എന്നാണ് ഞാൻ പറയാം. അവർക്ക് സാധിക്കില്ല. കാരണം ഇറാനിയൻ ജനത പറയുന്നത് എന്താണ്, ഇതൊരു അവരതിനെ വിശേഷിപ്പിക്കുന്ന ഇറ്റ്സ് എ ഗോഡ്സ് ഫൈറ്റിംഗ് എന്നാണ് അവരതിനെ വിളിക്കുന്നത് തന്നെ. കാരണം ഇറാനിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ഇസ്രായേലുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ബന്ധമാണ്. മിഡിൽ ഈസ്റ്റിൽ പല ആളുകളും അവരെ അല്ലെങ്കിൽ ആ ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് അധിനിവേശം നടത്തി അവരെ അവിടുന്ന് ഓടിക്കുന്ന പല ആളുകളെയും അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ പേർഷ്യൻ രാജാവ് ഇവരെ പിടിച്ചെടുക്കുന്ന സമയത്ത് അതിനുശേഷം അവർക്ക് അമ്പലം പണിയാനുള്ള അവസരം കൊടുക്കുകയും അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തത് ഇറാനിയൻ ജനത അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഓർക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ജൂതന്മാർക്ക് നമ്മൾ അഭയം കൊടുത്തു എന്ന് പറയുന്ന മാതിരി ഇറാനിയൻസിന് പേർഷ്യൻസ് ആയിരിക്കെ പറയാൻ പറ്റുന്ന ഒരു ചരിത്രമുണ്ട് അത്തരത്തിലുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മിഡിൽ ഈസ്റ്റില് എല്ലാ ആളുകളെയും തള്ളി പറയുന്നു. കാരണം ഇപ്പോൾ നക്ബ എന്നൊക്കെ പറയുന്ന ആ ഒരു കള്ളത്തരം പോലും നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ അകപ്പെട്ടു പോയിട്ടുള്ള അറബികളെല്ലാം പുറത്തേക്ക് വരൂ, ഞങ്ങളിപ്പോൾ ജൂതന്മാരെ തീർക്കും, എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിനെയാണ് ഇവരിന്ന് നക്കബ എന്ന് വിളിക്കുന്നത്. ഒരു ഫെയിൽഡ് ഒരു എന്താ പറയാ, ഒരു ഹോളോകോസ്റ്റ് അല്ലെങ്കിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി അവർ നടത്തിയ ഒരു ശ്രമത്തിന്റെ ബാക്കി പത്രത്തെയാണ് അവരിന്ന് നക്കബ എന്ന് വിളിക്കേണ്ടി വരുന്നത്. അതാണ് അതിലെ സത്യാവസ്ഥ. അത് ഫെയിൽ ആയിപ്പോയി. ജൂതന്മാരെ ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞ് പോയതാണ്. ആ 6 രാഷ്ട്രങ്ങൾ കൂടിയിട്ട് അവരെ യുദ്ധം ചെയ്യാൻ പോയത് നമ്മൾ ഓർക്കുന്നുണ്ടാവും 1948. അത് ഫെയിലായപ്പോഴാണ് ബാക്കിയുള്ള ആളുകൾ പിന്നെ അങ്ങോട്ടേക്ക് വരുന്നതും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോഴും അറബികളെ കൂട്ടക്കൊല നടത്തുക എന്നുള്ള ഉദ്ദേശം അന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അവരുമായിട്ടുണ്ടായിരുന്ന ബന്ധം അത്രമാത്രം ഊഷ്മളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന വാദം ഇറാനിനെ അറ്റാക്ക് ചെയ്തു എന്നതിന്റെ പേരിൽ ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാകുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇറാനിയൻ ജനതയെ പറഞ്ഞ് വിശ്വസിക്കാൻ സാധിച്ചാൽ നിങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് ശരിയാണെന്ന് സമ്മതിച്ചു തരാം. അത് നിങ്ങളെ കൊണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇന്നലെ നമ്മൾ ഒരു ഇറാനിയൻ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിന്റെ ആള് ഇറാനിൽ നിന്ന് ജീവനം കൊണ്ട് ഓടി UK താമസിക്കുന്ന ആളാണ്. നമ്മൾ അവരോടൊക്കെ നേരിട്ട് അത് ഒരാൾ മാത്രമല്ല, ഇതേപോലുള്ള അനേകം ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു വിവരമാണ് ഇറാനിയൻ ജനത അവര് ഇസ്രായേൽ അവിടെ ചെയ്യുന്ന കാര്യത്തോട് ഒപ്പം നിൽക്കുകയും ഇതെങ്ങനെയെങ്കിലും, കാരണം 2 കാര്യമാണ് കൃത്യമായിട്ട് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന IRGC അതുപോലെ ഈ ഇസ്ലാമിക് റെജിമിന്റെ സ്ട്രക്ചേഴ്സിനെയാണ്. 2, അവർ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ള 2 കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇറാനിയൻ ജനത ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നതും അവരെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാതെ ഇത് ദൈവം അയച്ചതാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ പോയിട്ട് ഈ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു ചവറ്റുകൊട്ടയിൽ കിടക്കുന്ന ഒരു ചവറ് പേപ്പറിന്റെ വില പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പുല്ല് വില എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞു പോകും. അതാണ് നമുക്ക് അതിനകത്ത് ഒരു പഴത്തൊലിയുടെ വില പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകളെ ത്രസിപ്പിക്കാനും അതുപോലെ വലിയ മനുഷ്യസ്നേഹ ഇത് നമ്മൾ പറയുമ്പോൾ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഈ ഇടതുപക്ഷം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇടതുപക്ഷത്തിന്റെ വലിയ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരിന്ന് നിലനിൽക്കുന്നത് എന്തിന്റെ പേരിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ മാർക്സിസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഉം. ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജിയുടെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ള മുതലാളിത്ത അല്ലെങ്കിൽ ഈ മൂലധന വ്യവസ്ഥിതിയോടുള്ള മല്ലിട്ട് നിൽക്കുന്ന ആ ഒരു വലിയ ഫൈറ്റേഴ്സ് ആണെന്നുള്ള ഇതിന്റെ പേരിലോ ഒന്നുമല്ല ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം നിലനിൽക്കുന്നത്. ഇടതുപക്ഷം ഇന്ന് നിലനിൽക്കുന്നത് ഞങ്ങൾ പീഡിതരോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര മനുഷ്യത്വമുള്ള ആളുകളാണ്. ഇതാണ് അവരുടെ ഇന്നത്തെ ആകെ കൂടിയുള്ള സർവൈവലിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതേപോലുള്ള കുറച്ച് ഐഡന്റിറ്റി പൊളിറ്റിക്സ് മാത്രമാണ് അവരുടെ ഇന്നത്തെ നിലനിൽപ്പിന് എന്തെങ്കിലും തരത്തിൽ ഒരു സഹായം കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇവർ പറയുന്നു ന്യൂനപക്ഷങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ് സത്യത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷം. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ന്യൂനപക്ഷം, ലോകത്തെ തന്നെ മതന്യൂനപക്ഷത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ എണ്ണുന്ന ഒരു മതന്യൂനപക്ഷമല്ലേ ജൂതന്മാര്. അപ്പോ അവിടെ വരുമ്പോൾ അവർ ഈ ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെവിടെ പോയി? ന്യൂനപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നതിനോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർ ഇടതല്ലാതെയാവും. അവിടെ അവർ പറയുന്ന സാധനം അവിടെ പൊളിയും. അവരുടെ മനുഷ്യത്വം ഉണ്ട് എന്ന് പറഞ്ഞ വാദം അവിടെ എട്ട് നിലയിൽ പൊട്ടും. അപ്പൊ പിന്നെ അവർ എന്ത് ചെയ്യും? അവരവിടെ ന്യായീകരിക്കാൻ നോക്കുന്നു, മറ്റുള്ള ആളുകളോടൊപ്പം നിൽക്കാൻ നോക്കുന്നു, വോട്ട് ചോരുന്നത് തടയാൻ നോക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഇവിടെ യുദ്ധങ്ങൾക്കെതിരെയാണ്, അധിനിവേശത്തിനെതിരെയാണ്, ടെററിസത്തിനെതിരെയാണ് എന്ന് പറയും. ഒക്ടോബർ 7 എന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മിണ്ടില്ല. അത് ടെററിസം ആണെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. അത് എന്താണ് സ്വാതന്ത്ര്യ സമര പോരാട്ടാണെന്നാണ് പറയുന്നത്. ഏത് ഈ പാട്ട് പാടുന്ന ഒരു വേദിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് 1200ഓളം ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതും അതിൽ നിന്ന് കുറെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നത്, എന്നിട്ട് അതിലെ കുറെ സ്ത്രീകളെ പിടിച്ച് ബലാത്സംഗം ചെയ്യുന്നതൊക്കെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കുറെ എന്താണ് അടിമ കമ്മികളെയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഇത് ബാക്കിയുള്ള ആളുകൾക്ക് ബോധമുണ്ടെന്നുള്ള കാര്യം ഇവർ മറന്നുപോവാണ്. അപ്പോൾ ഈ തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇരയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വേളയിൽ ഈ ഇസ്രായേൽ ഇരയായിട്ട് വരുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അവര് പൊടുന്നനെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ആളുകളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് അത്ര നാൾ അവർ പറഞ്ഞുകൊണ്ട് നടന്ന നറേറ്റീവ്സിന് എതിരായി വരികയും അത് പറഞ്ഞാൽ ഇടത് എന്നുള്ളത് മാറി അവർ വലതായി പോകും എന്നുള്ള ഒരു വലിയ പ്രശ്നം അവരുടെ മുന്നിൽ വരുമ്പോൾ അവര് നിശബ്ദരാകുന്നു. ഇതിനെ നാണം കെട്ട രീതിയിൽ ന്യായീകരിക്കേണ്ട ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. എങ്ങനെയാണ് ഇസ്ലാമിക് റെജീം അവരുടെ നിലനിൽപ്പിന്റെ ഒരു വിഷയം ഫേസ് ചെയ്യുന്നത്, അത് തന്നെയാണ് സത്യത്തിൽ ഇടതുപക്ഷവും ഫേസ് ചെയ്യുന്നത്. ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ. മാത്രമല്ല ഇറാനില് 1979 ഉണ്ടായിട്ടുള്ള ആ ഒരു ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ഇറാൻ ചെയ്തത്? കൂട്ടക്കൊല നടത്തുകയാണ് ചെയ്തത്, വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് ക്രിമിനൽസ് ആക്കി വെച്ചുകൊണ്ട് അവരെ കൊന്നു തീർക്കുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് ഇപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോ ഈ പറയുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ അവിടുത്തെ റെജീമിനോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവാൻ പോവുക. അപ്പോ അങ്ങനെ ഉണ്ടായിരിക്കുക, ആ ചരിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അതിനൊക്കെ കുഴിച്ചു മൂടിയിട്ട് ഇവര് തങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ തെമ്മാടി രാഷ്ട്രം എന്നും പറഞ്ഞ് ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ടൊന്നും ആളുകളെ പറ്റിക്കാൻ കഴിയില്ല ഇനി എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും വളരെ വ്യക്തമാണ്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു ചർച്ച. താങ്ക് യു സോ മച്ച് ആരിഫ് ഹുസൈൻ. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. താങ്ക് യു സോ മച്ച്.